കുറത്തിക്കുടി ആദിവാസി മേഖലയിലേക്കുള്ള മലയോര ഹൈവേക്കായി പണിത കലുങ്കുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തകർത്തത് പ്രതിഷേധിച്ചാണ് ജോസ് ജോർജ് നിരാഹാര സമരം തുടങ്ങിയത്. ഈ മാസം 22 മുതൽ നേര്യമംഗലം വനംവകുപ്പ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. സമരത്തിന് പിന്തുണ നൽകിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. നിരാഹാരം ജനകീയ പ്രക്ഷോഭമായി വളർന്നതോടെയാണ് LDF നേതാക്കൾ പ്രശ്നപരിഹാരത്തിനായി രംഗത്തിറങ്ങിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വനംമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുമായി പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും സമരസമിതി നേതാക്കളും ടെലിഫോണിലൂടെ ചർച്ചകൾ നടത്തി. ഇതാണ് ഒത്തുതീർപ്പിന് വഴിയൊരുക്കിയത്. ഇത് ഈ നാടിന്റെ ജയമാണ്, മലയോര ജനതയുടെ ജയമാണ്. നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ ഇടുക്കിയിലെ ജനതയെ, ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ വനംവകുപ്പിന്റെ അടിമകളാക്കുവാൻ വിട്ടുകൊടുക്കില്ല എന്ന നമ്മുടെ നിലപാടിലുള്ള വലിയ വിജയമാണിത്. പാലം തകർത്തവർക്കെതിരെ നിയമ നടപടിയെടുക്കുക, കലുങ്ക് നിർമ്മാണത്തിനെതിരെ വനംവകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കുക, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നിയമ നടപടി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു. സമരപന്തലിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ജോസ് ജോർജിന് നാരങ്ങാനീര് നൽകി. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു. മീഡിയ 1 കൊച്ചി, ഇടുക്കി.